ഹായ്, നമുക്ക് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് ചിക്കൻ ഫ്രൈ. പോകാം വീഡിയോയിലേക്ക്. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ, എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ്റെ ഉള്ളൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ ചിക്കൻ തൈരൊക്കെ പുരട്ടി വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 സ്പൂൺ മതി. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി. പിന്നെ അതിലേക്ക് വേണ്ടത് ഉപ്പ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 4 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും കൂടി ചതച്ചെടുത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അതിന് നല്ല കളറുണ്ട്. ഇനി ഇത് കളറ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഓറഞ്ച് റെഡ് പറഞ്ഞ കളറ് കിട്ടും നമുക്ക്, ഫുഡ് കളർ. ആ കളറ് ചേർത്ത് കൊടുത്താൽ നല്ല കളർഫുള്ളാവും. ഫുഡ് കളർ ചേർക്കുക എന്നുള്ളത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ നാച്ചുറലായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവർ, 1 സ്പൂണ് മൈദ. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അതിനായിട്ട് കടായി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നമ്മളെ ചിക്കൻ നല്ല സൂപ്പറായിരിക്കണോ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി അതിലേക്ക് 4 തണ്ട് കറിവേപ്പില ഇട്ട് വറുത്ത് കോരിയെടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൂത്തു, കോരി മാറ്റി വയ്ക്കാം. നമ്മളെ ചിക്കന് ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസെല്ലാം ഒന്നിന് മുകളിൽ ഒന്നല്ലാതെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം, ഇല്ലെങ്കിൽ അതിലത്തെ മസാലയൊക്കെ പോകും. 2 മിനിറ്റ് നന്നായിട്ടൊന്നാവട്ടെ, എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പൊടിഞ്ഞൊന്നും പോവാതെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ചിക്കനാണ്, സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.